അപ്പോൾ എന്തുകൊണ്ടും ബ്രേസസ് ട്രീറ്റ്മെന്റിനേക്കാളും നമുക്ക് കൂടുതൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു അലൈനർ ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അവൈലബിലിറ്റി പോലെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻറ്റിൻ്റെ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻ്റ് കോപ്പറേഷൻ ഓൾസോ. അലൈനേഴ്സ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ വരാത്ത പേഷ്യൻസ് കുറേ പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് നമുക്ക് മോണിറ്റർ ചെയ്യാനൊരു ഓപ്ഷനില്ല. ബ്രേസസ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ മസ്റ്റ്, ബട്ട് അലൈനേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഇഫ് യു ക്യാൻ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് യുവർ ഡോക്ടർ, ദാറ്റ് ഈസ് എ വെരി ഗുഡ്. പിന്നെ ഡോക്ടറും എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു ഡോക്ടറിനെ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറിനെ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും ബ്രേസസ് ട്രീറ്റ്മെന്റിനേക്കാളും നമുക്ക് കൂടുതൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു അലൈനർ ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അവൈലബിലിറ്റി പോലെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻറ്റിൻ്റെ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻ്റ് കോപ്പറേഷൻ ഓൾസോ. അലൈനേഴ്സ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ വരാത്ത പേഷ്യൻസ് കുറേ പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് നമുക്ക് മോണിറ്റർ ചെയ്യാനൊരു ഓപ്ഷനില്ല. ബ്രേസസ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ മസ്റ്റ്, ബട്ട് അലൈനേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഇഫ് യു ക്യാൻ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് യുവർ ഡോക്ടർ, ദാറ്റ് ഈസ് എ വെരി ഗുഡ്. പിന്നെ ഡോക്ടറും എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു ഡോക്ടറിനെ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറിനെ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.